ആരോ എന്തോ രാഗം തിയേറ്ററിന്റെ കാര്യം ചോദിച്ചല്ലോ, എന്താ ചോദിച്ചേ? അല്ല, അത് അവിടെ അവിടെ ഓപ്പൺ ആയോ? അല്ല, രാഗത്തില് ബുക്കിംഗ് ഓപ്പൺ ആയോന്ന് ചോദിച്ചതാ ചേട്ടാ. അത് രാവിലത്തെ ഷോ അവിടെ ഇല്ലല്ലോ, മോനെ 12:15 തൊട്ടാണെന്ന് മോനെ പറഞ്ഞു. ഇതെന്താണെന്നറിയോ? നമ്മള് ഈ രാഗം തിയേറ്റർ എന്ന് പറയുന്ന തിയേറ്ററിന്റെ ആൾക്കാർക്ക് ഒരു പ്രത്യേക സ്വഭാവമുണ്ട്. കാരണം അവരുടെ ഒരു നല്ല തിയേറ്റർ ആയതുകൊണ്ട് അവർക്ക് എപ്പോഴും അവര് പറയുന്ന കേട്ട് സിനിമകൾ കൊടുക്കുന്ന ആൾക്കാരെ കുറച്ച് കൂടുതൽ ഇഷ്ടമാണ്. നമുക്ക് അവരെ അങ്ങനെ ഭയങ്കര ഇഷ്ടമൊന്നുമില്ല. സാധാരണ ആൾക്കാരോടുള്ള ഇഷ്ടമുള്ളൂ. സാധാരണ ആൾക്കാരോടുള്ള ഇഷ്ടമേ എനിക്കുള്ളൂ. അപ്പോ അപ്പൊ അവരെന്താ ചെയ്യുന്നത്? അവര് ചെയ്യുന്നത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ ആദ്യം തന്നെ ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടു, ഫാൻസുകാർക്ക് സിനിമ കളിക്കണ്ടാന്ന്. അവരെ അങ്ങോട്ട് കേട്ടില്ല, കളിക്കില്ല. അപ്പൊ ഞങ്ങൾ ഫാൻസിന് പടം കളിക്കുന്നില്ലെന്ന് പറഞ്ഞപ്പോ തന്നെ നമ്മൾ ഇവിടെ നിന്ന് വിളിച്ച് പറഞ്ഞു, ഇനിയും ഫാൻസ് ഷോ ചോദിക്കണ്ടാന്ന്. 10:45 ഷോ കളിച്ചാൽ മതി എന്ന് പറഞ്ഞു. അപ്പൊ അവര് ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് വേറെ ഇട്ടു, 75 രൂപ ലാഭത്തിന് ഫസ്റ്റ് ഡേ ടിക്കറ്റ് കൊടുക്കാൻ പോകുന്നത്. അപ്പൊ നമ്മൾ അവർക്ക് ഒരു 10 ലക്ഷം എനിക്ക് അഡ്വാൻസ് തന്നിട്ടുണ്ടായിരുന്നു. അത് ഞാൻ തിരിച്ചയച്ചു കൊടുത്തു. അപ്പൊ അവര് പറഞ്ഞു അയ്യോ അയ്യോ എന്ന് പറഞ്ഞ് വിളിച്ചപ്പോ ഞാൻ പറഞ്ഞു, നീ കളിച്ചോളൂ, നമ്മള് ലോകം മൊത്തം ബിസിനസ് ചെയ്യുന്ന ആളാണ്. ഈ ലോകം മൊത്തം ബിസിനസ് ചെയ്യുമ്പോൾ ഇപ്പൊ അമേരിക്കയിലുള്ളവർ കേൾക്കാൻ വേണ്ടി പറയാം, അമേരിക്കയിൽ ബിസിനസ് ചെയ്യാൻ ഞങ്ങൾക്ക് ചെറിയ ജോലിയുള്ളൂ. രാഗം തിയേറ്റർ പോലൊരു സ്ഥലത്ത് അതിനേക്കാൾ കൂടുതൽ ജോലി ചെയ്യാൻ പറ്റില്ലല്ലോ. അതിന് സമയമില്ലാത്തതുകൊണ്ട് അത്രയും നല്ല തിയേറ്ററിൽ കളിച്ചില്ലെങ്കിൽ കളിക്കണ്ടെന്ന് വിചാരിക്കാനേ പറ്റുള്ളൂ. ഞാൻ പണ്ട് എന്നെ കൺട്രോൾ ചെയ്യാൻ വന്നു ഈ ലിബർട്ടി ബഷീർ. അന്ന് ഞാൻ ഇത് 5 വർഷം പടം കളിച്ചിട്ടില്ല. നമ്മളങ്ങനെ കുറച്ച് അത്യാവശ്യം യുദ്ധം ചെയ്ത് ജീവിച്ചു വന്ന ആളാണ്. അപ്പൊ നമ്മളോട് മോനെ ഇത് എന്താണെന്നറിയോ, അവരൊരു സിനിമ, ഞാൻ തിയേറ്റർ നടത്തുന്ന ഒരാൾക്ക് എനിക്ക് സിനിമ കിട്ടണം എന്ന് ആഗ്രഹിക്കുന്ന ആളാണ്. എന്നാലാണല്ലോ എന്റെ തിയേറ്ററിൽ ഒരു ഇൻകം ഉണ്ടാവുള്ളൂ. അപ്പൊ സിനിമ എടുക്കുന്ന ആൾക്കാരോട് ബഹുമാനം കാണിച്ച് ഞാനത് വാങ്ങിച്ചെടുക്കുന്ന ആളാണ്. അപ്പൊ എന്റെ സിനിമ കളിക്കുന്ന എല്ലാവരും അങ്ങനെ തന്നെയാണ്, നല്ല സൗഹൃദത്തിൽ പോകുന്ന ഒരാളാണ് ഞാൻ. ഇപ്പൊ രാഗം തിയേറ്ററിൽ നമ്മൾ പടം കളിക്കുന്നുണ്ട്. അവർക്ക് ഏതൊക്കെ ഷോ വേണോ അത് മാത്രം വെച്ചാൽ മതി. നമുക്ക് ഇത്ര ഷോ വേണമെന്ന് ഒരു നിർബന്ധമില്ല. അവർക്ക് താല്പര്യമുള്ള ഷോ കളിച്ച സിനിമ നല്ലതും ചീത്തയും ഒക്കെ ഈ രാജ്യത്ത് ഉണ്ടാകുന്നുണ്ട്. ഞാൻ എടുത്ത സിനിമകളും നല്ലതും നമുക്ക് ഇഷ്ടപ്പെടാത്തതുമായ, ജനത്തിന് ഇഷ്ടപ്പെടാത്തതുമായ സിനിമകളും ഉണ്ടായിട്ടുണ്ട്. അതൊന്നും ലോകത്തിന്റെ അവസാനമല്ലല്ലോ. വീണ്ടും നമ്മൾ ശ്രമിച്ചുകൊണ്ടിരിക്കും, വീണ്ടും നമ്മൾ അത്ഭുതങ്ങൾക്ക് വേണ്ടിയിട്ട് യാത്ര ചെയ്യും. അപ്പൊ നമ്മുടെ കൂടെ ചേർന്ന് നിൽക്കുക എന്ന് പറയുന്നത് മാത്രമേ ഉള്ളൂ. അതിപ്പോ ഫാൻസ് ആയാലും അങ്ങനെ തന്നെയല്ലേ. ഈ ഫാൻസ് അസോസിയേഷൻ, ഇപ്പൊ നിങ്ങൾ ഇത്രയും പേര് സംസാരിക്കുന്നവർക്ക് നിങ്ങളുടെ മനസ്സിലുള്ളതിനെ അത്യാവശ്യം സന്തോഷപ്പെടുത്തുന്ന പോലെ നമ്മുടെ ഭാഗത്ത് പ്രവൃത്തി ഉണ്ടായാൽ മാത്രം